കേരളത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചെറുവൃക്ഷമാണ് പൂവരശ്. പൂവരശിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ചെമ്പരത്തി വർഗ്ഗത്തിലുള്ള ഒരു ചെറുവൃക്ഷമാണ് പൂവരശ്. പലയിടത്തും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. 10 മുതൽ 15 വരെ അടി ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ് പൂവരശ്. കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ നല്ല കുളിർമയുള്ള തണൽ നൽകും. പണ്ട് നമ്മുടെ അതിരുകളിൽ വേലിയായി പൂവരശുകളാണ് നട്ടുപിടിപ്പിച്ചിരുന്നത്. ഇവയുടെ തളിരിലയും പൂവും കറികൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഒരു കാലിത്തീറ്റയായും ഉപയോഗിക്കാം. ഇവയുടെ തൊലി ചാരനിറത്തിലും അകം ചുവന്ന നിറത്തിലുമാണുള്ളത്. ഇതിൻ്റെ ഇലകൾ ഹൃദയാകൃതിയിലാണ് ഉള്ളത്. പൂക്കൾ മഞ്ഞ നിറമാണ്. ഇവ പൊഴിയാൻ നേരം റോസ് നിറമായി മാറും. ഇതിൻ്റെ തൊലിയിൽ നിന്ന് പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടാനിൻ എന്ന വസ്തു വേർതിരിച്ചെടുക്കുന്നുണ്ട്. കീടബാധകൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വൃക്ഷമാണ് പൂവരശ്. ഏകദേശം 10 വർഷം കൊണ്ട് കാതൽ രൂപപ്പെടുന്ന വൃക്ഷമാണിത്. ഇവയുടെ തടിയിലെ വെള്ളയിലും ചിതലരിക്കില്ല. ഇതിൻ്റെ തടി കൊണ്ട് ഉരുപ്പടികൾ നിർമ്മിക്കാം. വെള്ളത്തിൽ നല്ലപോലെ നിലനിൽക്കുന്ന തടിയാണ് ഇതിൻ്റേത്. അതിനാൽ ബോട്ടുണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ നല്ലൊരു സസ്യമാണിത്. പൂവരശിന് ഏറെ ഔഷധ ഗുണങ്ങളുമുണ്ട്. മാസമുറ കൃത്യമല്ലാത്ത സ്ത്രീകൾ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും. ത്വക്ക് രോഗങ്ങൾക്കുള്ള ഔഷധമായും പൂവരശ് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തൊലിയിട്ട കഷായം ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കും. ഇല അരച്ച് ആവണക്കെണ്ണയിൽ ചാലിച്ച് സന്ധികളിൽ ഇട്ടാൽ നീര് മാറാൻ നല്ലതാണ്. പൂ അരച്ചിട്ടാൽ കീടങ്ങൾ കടിച്ച മുറിവ് മാറും. ആയുർവേദത്തിലും നാട്ടറിവിലും ഒന്നാന്തരം ഔഷധമാണ് പൂവരശ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെയും ബൈ. താങ്ക് യു.